യഥാർത്ഥ അവകാശിയായ കിരൺ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ മകനെ കൊണ്ട് തിരി തെളിയിക്കാൻ നോക്കിയ ഈശ്വരൻ പോലും അത് സമ്മതിക്കില്ല. ഈശ്വര, എന്തൊരു പരീക്ഷണം ഇത്! എല്ലാവരുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടാവും. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഈശ്വരന്റെ മുന്നിൽ നിന്ന് കള്ളത്തരം കാണിച്ചാ അതിന് അഗ്നി പോലും കൂട്ടു നിൽക്കില്ല. എന്തെങ്കിലും ഇപ്പൊ ചെയ്തേ പറ്റൂ. കിരൺ, പൃഥ്വിയോടൊപ്പം അഗ്നി പകരാൻ കിരൺ കൂടി നിൽക്കും. അപ്പൊ പൃഥ്വിയോ? എന്തിന്? കിരൺ എന്തിനാ പൃഥ്വിയോടൊപ്പം നിൽക്കുന്നേ? ഈ വീട്ടിൽ ആരും അല്ലാത്ത, ഈ കുടുംബവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഇവൻ എന്തിന്റെ പേരില ഈ പൂജയ്ക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെ എനിക്കറിയില്ല. അപ്പോഴാ ഒരു പേരും ഇല്ലാത്ത, അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെ ഈ കുടുംബത്തിന്റെ അവകാശത്തോടൊപ്പം നിർത്തണമെന്ന് പറയുന്നത്. അതെ, പൂർണിമയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിലേ അതിനേതെങ്കിലും ഡോക്ടറെ കാണണം. അല്ലാതെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങേ അലങ്കോലമൊക്കെ നോക്കുവല്ല വേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ ഇങ്ങനെ എതിർക്കുന്നത്. മനസ്സിലാവാതിരിക്കാൻ ചേച്ചി പറഞ്ഞത് ഫോറിൻ ലാംഗ്വേജ് ഒന്നും അല്ലല്ലോ. അതല്ല അഷിതേ, ഈ വീട്ടിലെ കിരൺ ഇപ്പൊ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കിരണിനെ ഒരു അനുജനായിട്ട് തന്നെയാ കാണുന്നത്. ആ സ്ഥിതിക്ക് കിരൺ പൃഥ്വിക്കൊപ്പം നിന്നു എന്നോർത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാനില്ല. മനസ്സിനും അതിലെ ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. പൂർണിമ കിരണിനെ അനുജനായി പൃഥ്വി പോലെ കണക്കാക്കുന്നുവെന്നുണ്ടെങ്കിൽ അഗ്നി പകരാൻ ഇയാള് നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവനൊന്നും ഇതെന്റെ ഒപ്പം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പൃഥ്വി മോനെ, നീ എന്തിനാ വെറുതെ വാശി കാണിക്കുന്നത്? പൂർണിമ പറയാൻ നീ ഒന്ന് അനുസരിക്കുക. അച്ഛാ വേണ്ട, പറ്റില്ല. പൃഥ്വി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇപ്പൊ 2 പ്രാവശ്യം തിരി കൊളുത്താൻ ശ്രമിച്ചു. ഇനി ഒന്നുകൂടി ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഈ പൂജ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരില്ലേ പൃഥ്വി? ഇത് നിന്റെ കുഞ്ഞിനു വേണ്ടി നടത്തുന്ന പൂജയാ പൃഥ്വി, അത് നീ മറന്നുപോരുത്. വരൂ കിരൺ, വാ. കിരൺ ചെല്ല്.